ഹലോ, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വാർത്താ സമ്പന്നമായിരുന്നു ഇന്നത്തെ പകൽ. സംഘർഷഭരിതമായൊരു ദിവസം. MLA-ക്കെതിരായ ED അന്വേഷണം, സഭാതർക്കത്തിലെ സംഘർഷം, പത്തനംതിട്ടയിൽ പെൺകുട്ടി നേരിട്ട ക്രൂരപീഡനം, അങ്ങനെ നിരവധിയായ വാർത്തകൾ. ഇതുവരെയുള്ള വാർത്തകൾ, വിശേഷങ്ങളെല്ലാം നമുക്ക് ഇനിയുള്ള ഒരു മണിക്കൂറിൽ വിശദമായി പരിശോധിക്കാം. ഇന്നത്തെ വാർത്താ പകലിനെ സമഗ്രമായി പരിശോധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് നൈറ്റ് വിത്ത് ഡോക്ടർ അരുൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട്ടിലെ നിയമനക്കോഴയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ കുരുക്ക്. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ED അന്വേഷണം. ഇന്നത്തെ വാർത്താ പകൽ നമ്മൾ തുടങ്ങിയത് ഈ ബ്രേക്കിംഗ് വാർത്തയിലൂടെയായിരുന്നു. നിയമന തട്ടിപ്പിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED-യുടെ നീക്കം. MLA-യുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ, നിയമനത്തിനായി വാങ്ങിയ കോഴപ്പണത്തിന്റെ വിനിമയം എന്നിവ പരിശോധിച്ച് ED കേസെടുക്കും. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, ED-യുടെ വരവ് നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനു പിന്നാലെയാണ്. NM വിജയന്റെ കത്തിലടക്കം, കിട്ടിയിരിക്കുന്ന വിവിധ പരാതികളിലടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകളാണ് നടത്തിയിരിക്കുന്നത് എന്ന നിഗമനത്തിലാണോ ED ഈ IC ബാലകൃഷ്ണനെതിരെ നടപടിയുമായി എത്തുന്നത്? ഡോക്ടർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റമെന്ന് പറയുന്നത് അവിടുത്തെ ആത്മഹത്യാ പ്രേരണയാണ്. പക്ഷേ ഇവിടെ സാമ്പത്തിക ക്രമക്കേടിന്റെ വലുപ്പം സൂചിപ്പിക്കുന്നതാണ് ED-യുടെ ഈ നിലപാട് അല്ലെങ്കിൽ ED-യുടെ നീക്കം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ നിയമനമോ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയ കുഴപ്പണവുമല്ല, നിരവധി ആയിട്ടുള്ള കോഴ കേസുകളുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3-4 ബാങ്കുകൾ, അതിൽ തന്നെ 10-30 നിയമനങ്ങൾ, ഓരോ നിയമനങ്ങൾക്കും 10 ലക്ഷത്തിൽ കവിഞ്ഞുള്ള കോഴപ്പണം. ഇത്തരത്തിൽ ആരോപണങ്ങളുടെ വലുപ്പം നോക്കുകയാണെങ്കിൽ ഇതിലെ സാമ്പത്തിക ഇടപാടുകളും വലുതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 2-2.5 കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ED-യും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് MLA-യുടെയും MLA-യുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ ED തീരുമാനിച്ചിട്ടുള്ളത്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ആ കുടുംബം, NM വിജയന്റെ കുടുംബം, NM വിജയന്റെ ബാധ്യത കണക്കാക്കിയിട്ടുണ്ട്. അത് ഏകദേശം 2.25 കോടിയിൽ കവിഞ്ഞ ബാധ്യതയുണ്ട്. കുറഞ്ഞ തുക വ്യക്തിപരമായ ബാധ്യതയാണെങ്കിലും ബാക്കി എല്ലാ തുകയും ഈ രീതിയിൽ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ NM വിജയന്റെ ബാധ്യത മാത്രം നോക്കിയാൽ പോലും ആ തുക വളരെ വലുതാണ്. അതിൽ കവിഞ്ഞ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, ഈ നിയമനക്കോഴ ആരോപണത്തിൽ എത്ര കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ED പുറത്തു കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു VS രഞ്ജിത്ത്.